ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കേണ്ട ബേസിക് കാര്യം ഞാനൊന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്കൊരു വയറുവേദനയുണ്ട്. നിങ്ങൾ വയറുവേദനയുമായിട്ട് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പോയി. ഈ വയറുവേദന പണ്ടത്തെ കാലത്ത് പോലെ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കി ചിലപ്പോൾ മരുന്ന് തരും, ഒരു പെയിൻ കില്ലർ തരും, നിങ്ങളെ വിടും. ചിലപ്പോൾ ഇത് പ്രോപ്പർലി ഡയഗ്നോസ്ഡ് ആവില്ല, വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇല്ല. ഇന്ന് അതിന് ഉപകരണങ്ങളുണ്ട്. സോ ടു ബി ഓൺ ദ സേഫർ സൈഡ് യു വിൽ ഡു എ അൾട്രാസൗണ്ട്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയും, അൾട്രാസൗണ്ട് ചെയ്യുന്ന തെറ്റുണ്ടോ? കാരണം ഇതേ ചോദ്യം നിങ്ങൾ എൻ്റെ അടുത്ത് തിരിച്ച് ചോദിക്കും. ഡോക്ടർ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞാൻ വന്നിരുന്നു, എനിക്കൊരു വയറുവേദന ഇട്ടു, നിങ്ങൾ പെയിൻ കില്ലർ തന്നു വിട്ടു, നിങ്ങൾ എന്തുകൊണ്ട് അൾട്രാസൗണ്ട് ചെയ്തില്ല? കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ട് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് അൾട്രാസൗണ്ട് എടുക്കുമ്പോഴേക്കും ഇത് അന്ന് എന്തേത് ചെയ്യാണ്ട പോയെന്നൊരു ചോദ്യം ചോദിക്കും. സോ ടു ബി ഓൺ ദ സേഫർ സൈഡ് ദേ വിൽ ടേക്ക് ആൻ അൾട്രാസൗണ്ട്, ഇത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇനി അൾട്രാസൗണ്ടിൽ ചെറിയൊരു ഫൈൻഡിങ് കണ്ടു, ഇത് കൺഫേം ചെയ്യണം, CT എടുക്കേണ്ടി വരും. CT എടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടി നിങ്ങൾക്കൊരു പെയിൻ കില്ലർ തന്ന് സാറിൽ ഒന്നുമില്ല പിന്നെ 2 ആഴ്ച നോക്കാമെന്ന് വിട്ടാൽ ദിസ് മേ aggravate. And that patient will ask a question to the hospital that why are you not taking ultrasound? Why are you not taking a CT scan? എന്ന് ചോദിക്കും.